ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പുതിയ പ്രഭാത ചിന്തയിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. തിരുവെഴുത്തുകൾ ശരിയായി മനസ്സിലാക്കുവാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ നാം അവ പഠിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു. രൂപാന്തരപ്പെടുത്തുന്ന തൻ്റെ ശക്തി നമുക്ക് അനുഭവമാക്കി തരികയും ചെയ്യുന്നു. നമ്മെ ആര് സൃഷ്ടിച്ചു, നാം ആരാണ്, സമാധാനത്തോടെ ജീവിക്കാനും മരിക്കാനും നമുക്ക് എങ്ങനെ സാധിക്കും എന്നെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ദൈവശ്വാസീയമായ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ശക്തിയും നമുക്ക് അനുഭവമാക്കി തരുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ്. നോർവേയിലെ ബിഷപ്പായിരുന്ന ബോർഗ്രാലിൻ്റെ ജീവിതാനുഭവങ്ങളിൽ കൂടെ ഇത് നമുക്ക് മനസ്സിലാക്കാം. 2-ാം ലോകമഹായുദ്ധകാലത്ത് ആ രാജ്യം ജർമ്മൻകാരുടെ അധീനതയിലായി. ഒരു ദിവസം ബിഷപ്പ് ഒരു സ്നേഹിതനുമായി സംസാരിച്ചുകൊണ്ട് തൻ്റെ ഭവനത്തിലിരിക്കുമ്പോൾ വാതിൽക്കൽ ആരോ മുട്ടുന്നത് കേട്ട് കതകു തുറന്നപ്പോൾ ഒരു ജർമ്മൻ പട്ടാള ഉദ്യോഗസ്ഥനെയും പടയാളികളെയുമാണ് കണ്ടത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. ഒരു തടസ്സവും പറയാതെ തൻ്റെ പുറംകുപ്പായം എടുത്ത് ധരിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുന്ന വാഹനത്തിൻ്റെ അരികിലേക്ക് അദ്ദേഹം അവരെ അനുഗമിച്ചു. അത് വിട്ടുപോകുന്നതിന് മുമ്പ് ഒരു സ്നേഹിതൻ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, 1 പത്രോസ് 3:13 ഓർത്തുകൊള്ളുക. ഉടൻ തന്നെ താൻ തൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്നതായ ചെറിയ വേദപുസ്തകമെടുത്ത് ആ വാക്യം വായിച്ചു എന്ന് ബിഷപ്പ് പിൽക്കാലത്ത് പറയുകയുണ്ടായി. അപ്പോൾ അവർണ്ണനീയമായ സമാധാനം അദ്ദേഹത്തിന് ലഭ്യമായി. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ എന്നുള്ള ആ വാക്യത്തിൽ കൂടെ ക്രിസ്തുവിൻ്റെ സാമീപ്യം ഒരു യാഥാർത്ഥ്യമായി തനിക്ക് അനുഭവപ്പെട്ടു എന്നും ബിഷപ്പ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൻ്റെ താളിൽ കൂടെ ദൈവം എന്നോടും നിങ്ങളോടും സംസാരിക്കും. അതിലെ സത്യങ്ങൾക്ക് നമ്മളുടെ ഹൃദയം തുറന്നു കൊടുത്താൽ ദൈവം തൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവമാക്കി തരികയും നമുക്ക് നന്മയ്ക്കായുള്ള നമ്മളുടെ സകല ആവശ്യങ്ങളും നിർവഹിച്ചു തരികയും ചെയ്യും. പരീക്ഷ വരുമ്പോൾ പാപത്തിൽ വീഴാതിരിക്കുന്നതിനുള്ള ശക്തി അവൻ നമുക്ക് നൽകും. നാം ഏതെങ്കിലും പ്രയാസത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആകുല ചിന്തകൾക്ക് അതീതനായിരിക്കുന്നതിന് ആവശ്യമായ കൃപ അവൻ നമുക്ക് തരും. നമ്മുടെ സങ്കടങ്ങളിൽ നിന്നും അവൻ നമ്മുടെ ആത്മാവിന് ആശ്വാസം നൽകും. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ കൂടെ ഇന്ന് നമുക്ക് ആവശ്യമായ സമാധാനവും സന്തോഷവും ദൈവത്തിൻ്റെ അരുളപ്പാടും ദൈവിക ശബ്ദം കേൾക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ, വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനുള്ള കൃപയും ശക്തി ഞങ്ങൾക്ക് അവിടെ നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.